ആരാണ് സുവേന്ദു അധികാരി? സുവേന്ദു അധികാരി എന്ന പേര് പറയുമ്പോൾ അതിൻ്റെ കൂടെ കേൾക്കുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. അത് ദാദാജി എന്നുള്ള വിളിയാണ്. ആ ദാദാജി എന്ന വിളി സ്നേഹത്തിൽ കലർന്ന, സ്നേഹത്തിൽ കുഴച്ച ഒരു വിളിയാണ്. അത് ബംഗാളികൾ, പശ്ചിമ ബംഗാൾ നിവാസികൾ വിളിക്കുന്ന പേരാണ് അദ്ദേഹത്തെ. സുവേന്ദു അധികാരിയുടെ ചരിത്രം കൂടി ഒന്ന് അറിയേണ്ടതുണ്ട്. പക്ഷേ സുവേന്ദു അധികാരി ഇപ്പോൾ ആരായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മമതാ ബാനർജിയുടെ അധികാരത്തിൻ്റെ ഹുങ്കിനെ, ആ ധാർഷ്ട്യത്തെ, ആ തലക്കനത്തെയൊക്കെ തച്ചുടച്ച മനുഷ്യൻ്റെ പേരാണ് സുവേന്ദു അധികാരി. സുവേന്ദു എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടറിയാം. BJP എന്ന് പറയുന്ന സംഘടന എന്ന പാർട്ടി ഒന്നുമല്ലാതിരുന്ന പശ്ചിമ ബംഗാളിൽ അതിനെ കൈപിടിച്ചുയർത്തി വളർത്തിയെടുത്ത വ്യക്തിയുടെ പേരാണ് സുവേന്ദു അധികാരി. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ നിലപാടെടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ വ്യക്തതയുടെ പേരിലാണ്, കൃത്യമായ നിലപാടിൻ്റെ പേരിലാണ്, ഒപ്പം നിൽക്കണം എന്നുള്ള ആ തൻ്റെ ധീരമായിട്ടുള്ള ആദർശത്തിൻ്റെ പേരിലാണ്. ആ ഒരു ആദർശത്തിൻ്റെ പേരിൽ തന്നെയായിരുന്നു അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്കും എത്തിയത്. അതായത് 1995 തൻ്റെ രാഷ്ട്രീയ ജീവിതം അദ്ദേഹം തുടങ്ങുമ്പോൾ കോൺഗ്രസിലാണ് അദ്ദേഹം കൂടിയത്. കോൺഗ്രസിൽ കൂടുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നയമുണ്ടായിരുന്നു. ആ നയം എന്ന് പറയുന്നത് CPMൻ്റെ, ഇടതുപക്ഷത്തിൻ്റെ ആ കാട്ടുനീതിയുണ്ടല്ലോ, തികഞ്ഞ അവഹേളനത്തോടുകൂടി ഈ സംസ്കാരത്തെയും ആ നാടിൻ്റെ സ്വത്വത്തെയും ഒക്കെ കാണുന്ന ആ രാഷ്ട്രീയത്തിനെതിരെയാണ് അദ്ദേഹം പശ്ചിമ ബംഗാളിൽ പൊരുതി തുടങ്ങിയത്. അന്ന് കോൺഗ്രസിലായിരുന്നു. കോൺഗ്രസിന് അല്പമൊക്കെ ആദർശ ശുദ്ധി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം, അതിൻ്റെ പിൻപറ്റലായിരുന്നു അദ്ദേഹം നടത്തിയത്. കാരണം വീട്ടിൽ നിന്ന് കേട്ടു വളർന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു രാഷ്ട്രീയ ബോധമാണ് അദ്ദേഹത്തെ നയിച്ചത്. അക്കാലത്ത് ദേശീയതയോടൊപ്പം നിൽക്കാനായിട്ട് കോൺഗ്രസിന് വലിയ വിപുലത ഉണ്ടായിരുന്നില്ല. അത് വളർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സോണിയാഗാന്ധിയുടെ ആധിപത്യം കോൺഗ്രസിൽ വർദ്ധിച്ചു വരുന്ന കാലമായിരുന്നു അത് എന്നുള്ളത് പ്രധാനമാണ്. അതിനുശേഷം അദ്ദേഹം ആ പറയുന്ന കോൺഗ്രസിൻ്റെ ദേശവിരുദ്ധതയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് 2000 ആണ്ടിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്നു. അത് തൃണമൂൽ കോൺഗ്രസിനൊപ്പം നിൽക്കാനാണ്. അന്ന് വളർന്നു വന്നിരുന്ന CPMൻ്റെ ഗുണ്ടാ രാഷ്ട്രീയത്തിനെ ഏതു വിധത്തിലും എതിർക്കുക എന്ന് പറയുന്ന ഒരു നിലപാടുണ്ടല്ലോ, ആ നിലപാടിനൊപ്പമായിരുന്നു TMCയിലേക്ക് അദ്ദേഹം മാറിയത്. TMCയിലേക്ക് മാറുമ്പോൾ അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു അവിടെ CPMൻ്റെ ധാർഷ്ട്യത്തെ, ഏകാധിപത്യത്തിനെ എതിർക്കുക എന്നുള്ള. അങ്ങനെ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഹുങ്കിനെ എക്കാലവും എതിർത്ത പാരമ്പര്യമാണ് സുവേന്ദു അധികാരി എന്ന മനുഷ്യനുള്ളത്. അത് CPMൻ്റെ ആവട്ടെ, കോൺഗ്രസിൻ്റെ ആവട്ടെ, തൃണമൂൽ കോൺഗ്രസിൻ്റെ ആവട്ടെ, എപ്പോഴൊക്കെ ആദർശം ദുഷിച്ച് അതൊരു തരം വ്യക്തിയിലേക്ക് ചുരുങ്ങുകയും ആ വ്യക്തിയുടെ ധാർഷ്ട്യം സമൂഹത്തിന് ഒരു വലിയ തലവേദന സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ പൊരുതാൻ സുവേന്ദു ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2007 ആണ്ടിൽ നമുക്ക് നടുക്കുന്ന ഒരു ഓർമ്മയുണ്ട്. അത് നന്ദിഗ്രാമിലേതാണ്. കർഷകരെ വെടിവെച്ച് കൊന്ന CPMൻ്റെ, കമ്മ്യൂണിസ്റ്റുകാരുടെ ക്രൂരതയുടെ, കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ യഥാർത്ഥ മുഖം. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സ്റ്റാലിൻ ഭരണകാലത്ത് ഈ പറയുന്ന ഉക്രൈൻ എന്ന് പറയുന്ന പ്രദേശം ഉണ്ടായിരുന്നല്ലോ, അവിടെ ഉണ്ടായിരുന്ന കുലാഗുകൾ എന്ന് പറയുന്ന കർഷക സംസ്കാരത്തിൻ്റെ ആൾക്കാർ, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കർഷകർ, സാധാരണ മനുഷ്യർ, ആ മനുഷ്യരെ മുഴുവൻ ഒറ്റയടിക്ക് കൊന്നൊടുക്കിയ സ്റ്റാലിൻ്റെ ഭരണമുണ്ടല്ലോ, അതിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പായിരുന്നു നന്ദിഗ്രാം എന്ന് പറയുന്നത്. അതായത് സ്റ്റാലിൻ കൊന്നൊടുക്കിയത് അവരുടെ ഭക്ഷ്യധാന്യങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് സോവിയറ്റ് യൂണിയൻ്റെ 1/5 പോപ്പുലേഷനായിരുന്നു ഈ കുലാഗുകൾ എന്ന് പറയുന്ന വിഭാഗം. അവരെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്ത പദ്ധതിയായിരുന്നു സ്റ്റാലിൻ്റേത്. അതുപോലെയാണ് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നേതൃത്വത്തിൽ നന്ദിഗ്രാം എന്ന് പറയുന്ന ഗ്രാമത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ, കർഷകരെ ഒന്നടങ്കം കൊന്നു തള്ളാനുള്ള പദ്ധതി. പക്ഷേ ഒന്നടങ്കം തീർക്കാൻ കഴിഞ്ഞില്ല. ഇതൊരു ജനാധിപത്യ രാജ്യമായിരുന്നു, സ്റ്റാലിൻ്റെ പശ്ചിമ ബംഗാൾ അല്ലായിരുന്നു. അത് പകരം ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ളൊരു സംസ്ഥാനമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് പൂർണ്ണമായും സ്റ്റാലിൻ നടത്തിയതുപോലെ ഒരു കൂട്ടക്കൊല നടത്താൻ കഴിഞ്ഞില്ല. ഒരു സംഖ്യയിൽ അതിനെ ഒതുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അവിടെയും പ്രവർത്തകനായി എത്തിയത് സുവേന്ദു അധികാരിയാണ്. കൃത്യമായ രാഷ്ട്രീയ മൂല്യബോധത്തോടുകൂടി അദ്ദേഹം അവിടെ ഈ പറയുന്ന CPMൻ്റെ ഗുണ്ടാ ആധിപത്യത്തിനെ എതിർത്തു. അങ്ങനെ ദീർഘമായ പോരാട്ടം അദ്ദേഹം നടത്തി. 2006 തന്നെ അദ്ദേഹം അവിടെ നിയമസഭാ ഇലക്ഷനിലേക്ക് മത്സരിച്ചു. ആ മത്സരത്തിൽ അദ്ദേഹം MLA ആയി. 2009 വരെയും MLA ആയി തുടർന്നു. 2009 ലോക്സഭയിലേക്ക് മത്സരിച്ചു, അവിടെയും ജയിച്ചു. 2 തവണ 2009 മുതൽ 14 വരെയും 14 മുതൽ 16 വരെയും അദ്ദേഹം MP ആയിട്ട് തുടർന്നു. അന്ന് തൃണമൂൽ നേതാവാണ്. അതിനുശേഷം 2016 വീണ്ടും MLA ആയിട്ട് മത്സരിക്കുന്നു, ജയിക്കുന്നു. 2016 അധികാരത്തിലേക്ക് വന്ന TMCക്കൊപ്പം അദ്ദേഹം ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആകുന്നു. പക്ഷെ അവിടെയും നിന്നില്ല. ഈ
TMC എന്ന് പറയുന്ന പാർട്ടി മാവോയിസ്റ്റുകളോടൊപ്പം ചേർന്നാണ് അധികാരത്തിൽ വന്നത്. അദ്ദേഹത്തിന് വലിയ വിരോധം അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. TMC ഇങ്ങനെ ആവരുത് എന്ന് അദ്ദേഹം അന്നും പറഞ്ഞിരുന്നു. എങ്കിലും മമതാ ബാനർജിക്ക് അധികാരമെന്ന ഒറ്റ ലക്ഷ്യം മാത്രം ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ നിന്ന് 2020 ഇവരുടെ സ്വഭാവം ആകെ മാറുന്നു. ഗുണ്ടാരാജായിരുന്നു. ഗുണ്ടാരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമണത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഒക്കെയുള്ള ഗുണ്ടാരാജിനെ എതിർത്തുകൊണ്ട് സുവേന്ദു 2020 ഈ പറയുന്ന തൃണമൂൽ രാഷ്ട്രീയത്തിനോട് വിട പറയുന്നു, BJPയിലേക്ക് എത്തുകയാണ്. അവിടെ അതുപോലെ തന്നെ അഭിഷേക് ബാനർജി എന്ന് പറയുന്ന മമതാ ബാനർജിയുടെ അനന്തരവനെ തൻ്റെ പിൻഗാമിയായിട്ട് മമതാ ബാനർജി ഉയർത്തിക്കൊണ്ടുവന്നു. സുവേന്ദു എല്ലാ കാലത്തും എതിർത്തിരുന്നത് കുടുംബാധിപത്യത്തിനെയായിരുന്നു. കുടുംബാധിപത്യം രാഷ്ട്രീയത്തിൻ്റെ മൂല്യശോഷണത്തിന് കാരണമാകുമെന്ന് സുവേന്ദു ഉറച്ചു വിശ്വസിച്ചിരുന്നു. അങ്ങനെ സുവേന്ദു മമതയുടെ അഹങ്കാരത്തിന് 215 സീറ്റുമായിട്ട് ആ അഹങ്കാരം എവിടെയാണ് 2020 നിന്നില്ല എന്ന് ആർക്കണം. 2021 ആ അഹങ്കാരം മമതയെ വീണ്ടും മുന്നോട്ട് നയിച്ചു. ആ മുന്നോട്ട് നയിച്ച അഹങ്കാരത്തിനോട് കലഹിക്കാനായി സുവേന്ദു അധികാരി BJPയോടൊപ്പം നിന്ന് പൊരുതി. 2021 77 സീറ്റാണ് BJP നേടിയത്. പക്ഷേ അത് മാത്രമല്ല, 77 അധികാരം പിടിക്കാൻ പോകുന്ന നമ്പരല്ലായിരുന്നു അവിടെ. എന്നിട്ടും സുവേന്ദു എന്താണ് പിന്നെ ചെയ്തതെന്ന് അറിയാമോ? നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരി മമതാ ബാനർജിയെ തോൽപ്പിക്കുന്നത് 1905 വോട്ടുകൾക്കാണ്. അങ്ങനെ സുവേന്ദു അധികാരിയുടെ ബലത്തിൽ, ആ അധികാരത്തിൽ, ആ ശക്തിയിൽ, കരുത്തിൽ ജനങ്ങൾ മമതാ ബാനർജിക്കെതിരെ വിധി എഴുതി. നന്ദിഗ്രാമിൽ തോറ്റ മമതാ ബാനർജി അവിടുന്ന് ഓടിയിട്ടാണ് ഭവാനിപൂരിലേക്ക് വരുന്നത്. അവിടെയും പിന്തുടർന്നു വന്നു സുവേന്ദു അധികാരി. സുവേന്ദു അധികാരി 2026 മമതാ ബാനർജിക്കെതിരെ മത്സരിക്കാൻ സുവേന്ദു അധികാരിയോട് നിർദ്ദേശിക്കുന്ന അമിത്ഷായാണ്. അങ്ങനെ സുവേന്ദു അധികാരി വരുന്നു, മമതാ ബാനർജിക്കെതിരെ മത്സരിക്കുന്നു. ഇപ്പോൾ അതായത് 2026 മെയ് 4 റിസൾട്ട് വരുമ്പോൾ 15,105 വോട്ടുകൾക്കാണ് മമതാ ബാനർജിയെ തോൽപ്പിക്കുന്നത്. 73,917 വോട്ടാണ് സുവേന്ദു അധികാരി നേടിയത്. മമതാ ബാനർജിക്ക് 58,812 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. 15,105 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സുവേന്ദു ഭവാനിപൂരിൽ മമതാ ബാനർജിയെ മലർത്തിയടിക്കുന്നു. മമതാ ബാനർജിയുടെ അഹങ്കാരം, ധാർഷ്ട്യം എല്ലാം ഇതോടുകൂടി ഇല്ലാതാവുന്നു. 2021 77 സീറ്റുകൾ മാത്രമാണ് അന്ന് പശ്ചിമ ബംഗാൾ BJP കിട്ടിയത്. അപ്പോൾ ഇവിടെ ഇത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഭരിക്കാൻ പോകുന്നത്, നിങ്ങൾ എന്താണ് നേടാൻ പോകുന്നത്, നിങ്ങൾ ഒന്നുമാകില്ല എന്ന് മമതാ ബാനർജി സുവേന്ദു അധികാരിയോട് തൻ്റെ ധാർഷ്ട്യത്തിൽ പറയുമ്പോൾ സുവേന്ദു എന്താണ് ചെയ്തതെന്നറിയാമോ? അവിടുത്തെ ജനങ്ങളോടൊപ്പം തെരുവുകളിലേക്ക് ഇറങ്ങി. അവിടെ പൊട്ടിക്കിടന്ന ക്ഷേത്രങ്ങളുണ്ടായിരുന്നു, അവരുടെ വിശ്വാസങ്ങളുണ്ടായിരുന്നു. ജയ് ശ്രീറാം എന്ന് വിളിച്ചാൽ ജയിലിലേക്ക് പോകുന്ന അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനെതിരെ പോരാടി ജനങ്ങളുമായി നിരന്തരമായി സമ്പർക്കപ്പെട്ടു. ഈ പറയുന്ന സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. TMCയുടെ ഗുണ്ടകൾ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്ന സാധാരണ മനുഷ്യരുണ്ടല്ലോ, അവരോടൊപ്പം നിന്നു. സന്ദേശ് ഖാലിയിലെത്തി. സന്ദേശ് ഖാലിയിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളോടൊപ്പം നിന്നു. ഭൂമി നഷ്ടമായ ജനങ്ങളോടൊപ്പം നിന്നു. അവിടെ കൊള്ളയടിക്ക് കൂട്ടുനിന്ന അധികാരികളെ എതിർത്തു കൊണ്ടുനിന്നു. നന്ദിഗ്രാമിൽ എപ്രകാരം കർഷകർക്ക് വേണ്ടി സുവേന്ദു അധികാരി പോരാട്ടം നടത്തിയോ അതുപോലെ സന്ദേശ് ഖാലിയിലും പോരാട്ടം നടത്തി. അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പോരാടി. RG കാറിൽ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി ഒപ്പം നിന്നു. അത് മാത്രവുമല്ല, ഒന്നുമല്ലാതെ ആരുമില്ലാതെ അശരണരായി കഴിഞ്ഞുകൊണ്ടിരുന്ന സാധാരണ ജനങ്ങളോടൊപ്പം നിന്ന് പോരാടി. അത് കലിത മാജിയെ പോലുള്ള ആൾക്കാർക്ക് വലിയ ഊർജം നൽകി. ഞങ്ങളെപ്പോലുള്ളവർക്കും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാം. 2,500 രൂപ മാത്രം മാസ വരുമാനമുള്ള 4 കുടുംബങ്ങളെ പോറ്റിയിരുന്ന കലിത മാജി എന്ന് പറയുന്ന ഒരു സാധാരണ സ്ത്രീയെ MLA ആയി ഉയർത്തിക്കൊണ്ടുവന്നു. അവർക്ക് പിന്തുണ കൊടുത്തു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സുവേന്ദു അധികാരി ചെയ്തു. സാധാരണക്കാർക്ക് വേണ്ടി, സാമാന്യ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒന്നുമല്ലാതെ നിരന്തരമായി TMC അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവിടെ വേട്ടയാടിക്കൊണ്ടിരുന്നവർ. ശോഭ മജുംദാർ എന്ന് പറയുന്ന സ്ത്രീയെ അറിയാമല്ലോ, 85 വയസ്സായ ഒരു അമ്മയാണ്. മകൻ BJP പ്രവർത്തകനാണ് എന്നതിൻ്റെ പേരിൽ മാത്രം തൃണമൂൽ കോൺഗ്രസ്സുകാർ വളഞ്ഞിട്ട് മർദ്ദിച്ച് അവശയായി ആശുപത്രിയിലായി മരിച്ച സ്ത്രീ. അവരുടെ ശരീരത്തിൽ ഒരു ഭാഗം പോലുമില്ലായിരുന്നു മർദ്ദനമേൽക്കാത്തത് എന്നുള്ളതാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെ അശരണരായ, ആരും രക്ഷിക്കാനില്ലാത്ത സാധാരണക്കാരായ, തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് സുവേന്ദു അധികാരി നിലകൊണ്ടത്. അങ്ങനെയാണ് അവർക്ക് അവിടെ അധികാരത്തിലേക്ക് പിടിച്ചുയർത്തി സുവേന്ദു അധികാരിയെ അവിടുത്തെ ജനങ്ങൾ എത്തിക്കുന്നതെന്നാണ്. അത് മാത്രവുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, ബംഗ്ലാദേശിൽ നിന്ന് അലയടിക്കുമ്പോൾ കടന്നു വരുന്നത് പോലെ ബംഗ്ലാദേശി മുസ്ലിങ്ങൾ കടന്നു വരികയാണ്. സാധാരണക്കാരായ ബംഗ്ലാദേശികൾക്ക് ബംഗാളികൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല.
ബംഗ്ലാദേശികൾ വരുന്നു, നിരന്തരമായ ആക്രമണം നടത്തുന്നു. അതായത് ഒരു തെരുവിൽ സാധാരണക്കാരായിട്ടുള്ള ബംഗാളികൾ ജീവിക്കുകയാണ്. അവിടേക്ക് ബംഗ്ലാദേശികൾ കടന്നു വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്കൊരു പോർഷൻ വാടകയ്ക്ക് തരുമോ, ഒരു റൂം വാടകയ്ക്ക് തരുമോ. ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് കൊടുത്തവർക്ക് പോലും സ്വന്തം കിടപ്പാടം നഷ്ടമായിട്ടുണ്ടെന്നുള്ളത്. സംഘടിതമായ ആക്രമണം അത് നേരിടുകയാണ്. പശ്ചിമ ബംഗാളിലെ അതിർത്തി മേഖലയിൽ താമസിച്ചിരുന്ന ഹിന്ദുക്കളായ പശ്ചിമ ബംഗാളികൾ, അവർക്ക് എന്ത് പറ്റിയെന്നറിയാമോ? അവരുടെ ഒരു സുപ്രഭാതത്തിൽ എഴുതി നോക്കുമ്പോൾ അവരുടെ കൃഷിഭൂമികളിലെല്ലാം കുടിലുകൾ. ഇതാര് എന്ന് നോക്കുമ്പോൾ ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ വന്ന് കൈയടക്കിയിരിക്കുന്നു. 20-30 കുടിലുകളാണ്. അവരവിടെ താമസിക്കുകയാണ്. ചോദിക്കാൻ ചെന്നാൽ ആക്രമിക്കും. അവരുടെ കയ്യിൽ കഠാരയുണ്ട്, വാളുണ്ട്, വെട്ടുകത്തിയുണ്ട്, തോക്കുണ്ട്. ഇത്തരം സാധനങ്ങളുമായിട്ടൊക്കെ വന്നിട്ടാണ് ഇവർ ആക്രമിക്കുന്നത്. അങ്ങനെ ബംഗ്ലാദേശികളുടെ കുടിയേറ്റം, അനധികൃതമായ കുടിയേറ്റം കൊണ്ട് ബംഗ്ലാദേശി മുസ്ലിമുകളെ കൊണ്ട് പൊറുതിമുട്ടിയ ബംഗാളികൾ സുവേന്ദു അധികാരിയുടെ കയ്യിലേക്ക് അധികാരം കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളെ ഇനി നിങ്ങൾ സംരക്ഷിക്കൂ. അങ്ങനെ കടന്നു വന്ന സുവേന്ദു അല്ലാതെ നിരന്തരമായി പോരാടി ബോംബുകൾക്കും തോക്കുകൾക്കും കൂട്ട ആക്രമണങ്ങൾക്കും ഇരയായി അതിനെയെല്ലാം ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ജനകീയ മുന്നേറ്റത്തിലൂടെ, ജനാധിപത്യത്തിലൂടെ ഏറ്റവും സാധാരണക്കാരായ സ്ത്രീകൾക്കും മനുഷ്യർക്കും ആദിവാസികൾക്കും ദളിതർക്കും വേണ്ടി ഒപ്പം നിന്ന സുവേന്ദു അധികാരി അല്ലാതെ മറ്റാരാണ് ബംഗാളിൻ്റെ അധികാരത്തിലേക്ക് എത്തേണ്ടത്? അവിടുത്തെ ജനങ്ങൾ ദാദാജി നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് മറ്റ് ആശ്രയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അധികാരത്തിലേറ്റി അവരുടെ ജനങ്ങളുടെ നായകനായി കൊണ്ടുവരികയാണ്. എപ്രകാരമാണോ നമ്മളുടെ ആസാമിലെ മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ മാമാജി എന്ന വിളിപ്പേരിലൂടെ അവിടുത്തെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയത്, അവർ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ തോളിലേറ്റുന്നത്, അതുപോലെ പശ്ചിമ ബംഗാളിൻ്റെ നാഥനായി സുവേന്ദു വരികയാണ്. സുവേന്ദു അല്ലാതെ മറ്റാര് എന്ന ചോദ്യമാണ് അവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.